കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് യു.ഡി.എഫ് നിയോജകമണ്ഡലം തല നേതൃയോഗം. വന്യമൃഗാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടൽ വിലയിരുത്തിക്കൊണ്ടാണ് യോഗം എം.എൽ.എയെ അഭിനന്ദിച്ചത്. യു.ഡി.എഫ് ഭരണത്തിൽ വന്നതിനുശേഷം രണ്ടാം തവണയാണ് കോതമംഗലം നിയോജകമണ്ഡലം യോഗം യു.ഡി.എഫ് വിളിച്ചു ചേർത്തത്. ബുധനാഴ്ചയാണ് കോതമംഗലം നിയോജകമണ്ഡലം തല യു.ഡി.എഫ് നേതൃയോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ എം.എൽ.എ. ഷിബു തെക്കുംപുറത്തിന്റെ 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ എം.എൽ.എയെ യോഗം അനുമോദിച്ചു. യു.ഡി.എഫ് ഭരണത്തിൽ എത്തിയ ശേഷം രണ്ടാം തവണയാണ് യോഗം ചേരുന്നത്. മനുഷ്യ വന്യജീവി സംഘടനകൾ പതിവായിരിക്കുന്ന മണ്ഡലത്തിൽ എം.എൽ.എ. മുൻകൈയെടുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യോഗം വിലയിരുത്തൽ നടത്തി. 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മൺസൂൺ ഫെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലും എം.എൽ.എ. യോഗം അഭിനന്ദിച്ചു. വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ കോതമംഗലം നിയോജകമണ്ഡലത്തിലെ വിവിധ മേഖലകളിലുള്ള കാട്ടാന ശല്യം അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണം ചെയ്തു വരുന്നതായി എം.എൽ.എ. അറിയിച്ചു. അതിൻ്റെ ഏത് നിലവിൽ ഏത് തരത്തിൽ വരെ അതിൻ്റെ പ്രവർത്തനം എത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തി വളരെ ആശ്വാസകരമാകുന്ന നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും യോഗത്തിലുണ്ടായി. കഴിഞ്ഞ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഫലപ്രദമായി ഈ മൺസൂൺ മാജിക് എന്ന പേരിൽ കുട്ടമ്പുഴ പഞ്ചായത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ തീരുമാനമെടുത്തത് അത് നടപ്പിലാക്കിയത് വളരെ വിജയപ്രദമായി നിർവഹിക്കാനായിട്ട് കഴിഞ്ഞു. യു.ഡി.എഫ് കമ്മിറ്റിയുടെ അതുപോലെ എം.എൽ.എയുടെയും മികച്ചായ പ്രവർത്തനം അതിന് ഗുണകരമായി എന്ന് വിലയിരുത്തി. എല്ലാ മാസവും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ യോഗം വിളിച്ചു ചേർക്കുന്നതിന് മുൻകൈയെടുത്ത എം.എൽ.എ. നേതൃയോഗം അഭിനന്ദിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യു.ഡി.എഫ് കൺവീനർ ബോബൻ ജേക്കബ് സ്വാഗതം ആശംസിച്ചു. കെ.പി.സി.സി അംഗം എ.ടി. ജോർജ്, കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ്, മുൻ കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗം കെ.പി. ബാബു, ഡി.സി.സി ജനറൽ സെക്രട്ടറി എം.എസ്. എൽദോസ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളായ എ.ടി. പൗലോസ്, ബാബു പോൾ, ജോമി തെക്കേക്കര, റോയ്സ് കറിയ, സി.കെ. സത്യൻ, എൻ.സി. ചെറിയാൻ, മാത്യു ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ പി.കെ. മൊയ്തു, സക്രിയ, കെ.എം. ഇബ്രാഹിം, ആർ.എസ്.പി. നേതാവ് രാജശേഖരൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. 18-ാം തീയതി യു.ഡി.എഫ് നിയോജക മണ്ഡലം തല പൊതുയോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.